അവസാനം ഇവർ ചോദിച്ചു, ഗോപാലായിട്ട് നമ്മളെ ഒച്ചപ്പാടാക്കിയാൽ മതിയെന്ന്. നീ എന്തെങ്കിലും ഒച്ചപ്പാടാക്കിയെന്നാണ് ഇയാൾ വിളിച്ച്. ഒത്തിയിലെല്ലാം മൂലുമൽ ഓണ്ടി ആങ്കും വേണം മർക്കാരേ. ഇവർ മറുപടി പറഞ്ഞു, അങ്ങനെ അങ്ങനെ ഗോപാലാട്ട, അങ്ങനെ അങ്ങനെ ഗോപാലാട്ടാൻ. കളക്ടറേറ്റ് മറിച്ച് വമ്പിച്ച വിജയം. എന്താ അവര് പറഞ്ഞേ? ഗോപാലാട്ടം വിളിച്ചത് ഇവർക്ക് തിരിഞ്ഞിട്ട് തന്നെ ഇല്ല. പക്ഷെ കളക്ടറേറ്റ് മറിച്ച് വിജയ. നമുക്ക് തിരിഞ്ഞ എന്തെങ്കിലും? നമുക്കെന്തെങ്കിലും തിരിഞ്ഞ? നമുക്കും തിരിഞ്ഞിട്ടില്ല. നമ്മളെ കാര്യം അവരെക്കാൾ കഷ്ടമായി പോലെ. ഓത്തിയിലുള്ള ഓലുമ്പലോണ്ടി ആങ്കും വേണം ആർക്കാര്. ഭാഷ മനസ്സിലാക്കാൻ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓത്തിയിലുള്ള എന്ന് പറഞ്ഞാൽ ഓവ്, ഓവ് എന്ന് പറഞ്ഞാൽ തോട്, തോട് എന്ന് പറഞ്ഞാൽ കനാല്. കനാലില്ലേ വെള്ളം വരുന്നത്, അതിനെന്താ ഇവിടെ പറയാ? തോടോ? ഉസ്താദേ നിങ്ങളോട് ചോദിച്ചിട്ട് അറിയില്ലല്ലോ അല്ലേ? ആരോടെ ചോദിക്കപ്പോ? തോട്, തോട്. ഈ തോട് അതൊരു കനാൽ. ഈ ഗവൺമെന്റിന്റെ ഒരു തോടുണ്ട്, വെള്ളം ഒഴുക്കി വിടുന്ന കനാൽ. ഈ തോട്ടിലെ വെള്ളം അതാണ് ഓത്തിയിലെള്ളം എന്ന് പറഞ്ഞാൽ തോട്ടിലെ വെള്ളം. ഓലുമ്മലോണ്ടി, ഓലു എന്ന് പറഞ്ഞാൽ കോല്, കോല്, പൈപ്പ്, പൈപ്പ്. അപ്പോ തോട്ടിലെ വെള്ളം പൈപ്പിലാക്കി ഞങ്ങൾക്കും തരണം സർക്കാരിന്. അപ്പൊ പൈപ്പും വെള്ളത്തിനാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. അതാണ് ഓത്തിയിലുള്ള ഓലുമലോണ്ടി ആങ്കുമ്പാണ് ആർക്കാരെ. ആങ്കുമ്പാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും തരണം സർക്കാരിന്. കളക്ടറേറ്റ് കുറച്ച് വമ്പിച്ച വിജയം. ഇതാണ് വിജയം. അങ്ങനെ ആയിരിക്കും വിളിക്കേണ്ടത്. നാളെ രാവിലെ ഇവിടെ വിളി തുടങ്ങും. ഓത്തിയിലുള്ള ഓലുമലോണ്ടി ആങ്കുമ്പാണ് ആർക്കാരെ. പിള്ളേരെ വിളി അങ്ങനെയായിരിക്കും അല്ലേ? അങ്ങനെ വിളിക്കട്ടെ. അങ്ങനെ ചില വിളിയൊന്നും കേട്ടാൽ നമുക്ക് മനസ്സിലായി. ചെറിയ ആൾക്കാരെ വർത്ത മോയിൻകുട്ടി വൈദ്യരുടെ ഒരു പാട്ടില്ലേ, നിങ്ങൾക്കൊക്കെ അറിയാലോ, എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടുണ്ട്, മോയിൻകുട്ടി വൈദ്യരുടെ പാട്ട്. അടിവെട്ട് കൊത്തിപ്പൂടിത്താരോ ആണൈത്താലിയുമാലി അറുത്താരോ പിടിവിട്ട് സിന്നും കാടിത്താരോ പിച്ചച്ചട്ടയും കീറപ്പെടുത്താരോ. അടിവെട്ട് കൊത്തിപ്പൂടിത്താരോ ആണൈത്താലിയുമാലി അറുത്താരോ പിടിവിട്ട് സിന്നും കാടിത്താരോ പിച്ചച്ചട്ടയും കീറപ്പെടുത്താരോ. ആ രണ്ട് വരി നമ്മളെ വയസ്സന്മാർക്കൊക്കെ അറിയുന്ന പാട്ടാണല്ലോ. വയസ്സന്മാർ ഈ കാലഘട്ടത്തിലെ പിള്ളേർക്ക് ബദർ പാട്ട് അറിയാണ്ടുള്ളൂ. ബാക്കിയുള്ള ഒരു വക തലമുറക്കൊക്കെ അറിയത്. ഈ കാലഘട്ടത്തിലെ പിള്ളേർക്ക് അങ്ങനത്തെ പാട്ടൊന്നും അറിയില്ല. ഇപ്പോഴത്തെ പാട്ട് എന്ന് പറഞ്ഞാല് മാപ്പിളപ്പാട്ട്, എന്തും പാടാല. അപ്പങ്ങളും പാടൂ ഒന്നിച്ച് ചുട്ടമ്മായി, ചുട്ടമ്മായിക്ക് പിരാന്ത്, പാടുന്നവർക്ക് മാരി പിരാന്ത്, അങ്ങനെ എന്തെല്ലാം പാട്ടുകളില്ലേ. പിന്നെ ചില പാട്ടുകൾ കൽവിയിലെത്തി. ഇപ്പോഴത്തെ പാട്ട് എഴുതാൻ സുഖമാണ്. മാപ്പിളപ്പാട്ട് എഴുതാക്കി ഞാൻ ഹിക്മത്ത് പറഞ്ഞുതരാം. പാട്ട് എഴുതാൻ വേണ്ടി ഒരു 10 പെമ്പിളറെ പേര് പഠിച്ചു നോക്കുക. ആയിഷ, ഖദീജ, നബീസ, ഫർഹാന, ഫാത്തിമ. ഫാത്തിമ വേണേ, നിർബന്ധം. പിന്നെ അങ്ങനെ ഒരു 10 പെണ്ണുങ്ങളെ പേര്. പിന്നെ കൽബെ, തേനെ, മുത്തെ, പാല്, പിന്നെ മൊഞ്ച്, റങ്ക്, പിന്നെ പിന്നെ ഒരു പ്രധാന ആയിട്ട് പഠിക്കേണ്ട വാക്ക് നീ ഇന്ത്യന്ന്, ഞാൻ ഇന്ത്യന്ന്. ഈ വാക്കുകൾ പഠിച്ചു വെച്ചിട്ട് എഴുതിക്കൊള്ളുക. സുഖമായിട്ട് എഴുതാ. ആ വാക്കെല്ലാം പഠിപ്പിച്ച് മനസ്സിലാക്കിയില്ലേ? നാളെ മുതലൊന്ന് പാട്ട് എഴുതിയൊക്കെയാട്ടെ. പാത്തുമ്മ, എൻ്റെ പാത്തുമ്മോ, ഒരു വിളിയുണ്ട്. എന്നിട്ട് പാത്തുമ്മാനോട് നീ എൻ്റെയാന്ന് പാത്തുമ്മ, ഞാൻ ഇന്ത്യന്ന് പാത്തുമ്മ, നമ്മൾ രണ്ടാളും ഒന്നാണ് പാത്തുമ്മ, ഒന്നായാ പിന്നെ ഗുൽമാലാന്ന് പാത്തുമ്മ. തീർന്നു മാപ്പിളപ്പാട്ടായി. പക്ഷെ പഴയ കാലത്ത് പോയ തലമുറയൊക്കെ ഒരു പാട്ട് പാടിയിട്ടില്ലേ? ആ പാട്ടാ ഞാൻ പറഞ്ഞേ, മൊയിൻകുട്ടി വൈദ്യരുടെ പാട്ട്. അടിപെട്ട് കുത്തിപ്പൊടിത്താരോ അറുത്താരോ. രണ്ട് പെണ്ണ് തല്ലിയതിനെ കുറിച്ചാണ്, അടി കയ്യുന്നതിനെ കുറിച്ചാണ് മൊയിൻകുട്ടി വൈദ്യർ പറഞ്ഞത്. താലിയും മാലി അറുത്താരോ, അടി കയ്യുമ്പോ താലിയും മാലിയും പിടിച്ച് പൊട്ടിച്ചു. അറുക്കാന്ന് പറഞ്ഞാൽ പൊട്ടിക്ക എന്നാണ് നമ്മൾ ഈ കാലഘട്ടം വരെ ചില ആള് ബദറൊക്കെ പറയുമ്പോൾ പറയണത് അങ്ങനെയാണ്. താലിയും മാലി അറുത്താരോ, രണ്ട് പെണ്ണ്. സാധാരണഗതിയിൽ നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെ തന്നെയാണ്. ഒരു പെണ്ണ് മറ്റേ പെണ്ണിനെ തല്ലുമ്പോ അവളെ താലിയും മാലിയും പിടിച്ച് പൊട്ടിച്ചു എന്നാണ്. താലിയും മാലി, താലിയും മാലി. മൊയിൻകുട്ടി വൈദ്യർ താലിയും മാലി എന്നല്ല പറഞ്ഞത്, താലിയും മാലയും അല്ലത്, താലിയുമാലി അറുത്താരോ എന്ന താ ഒരക്ഷരം. താലിയുമാലി അറുത്താരോ. എണേ എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണുങ്ങളെ വിളിക്കുന്ന ഒരു ഭാഷ ഉണ്ട്. ഇവിടെ വിളിക്കലുണ്ടോ? പെണ്ണിനെ പെണ്ണ് വിളിക്ക എണേന്ന് വിളിക്കലുണ്ടോ? എണേ, എണേ. താ ഒരക്ഷരം, അത് മലയാളത്തിൽ താ. എണേ ഏ പെണ്ണേ താ. താലി, താലിയല്ല, താ ലീ ലീ ലീ. അറബിയാണ് വാക്ക്. താലി എനിക്ക് കൊണ്ട, താലി എനിക്ക് കൊണ്ട, എനിക്ക് താ. താലിയു, YOU, that's an English word. താലിയു, താലിയും അല്ല, താലിയു. നീ എനിക്ക് കൊണ്ട, നീ എനിക്ക് താ. താലിയു മാലി, അത് വീണ്ടും അറബിയാണ്. മാലി എന്റെ മുതൽ, എന്റെ സ്വത്ത്, എന്റെ സംഭവം.
താലിയു മാലി, എനിക്ക് എൻ്റെ സമ്പത്ത് എൻ്റെ സ്വത്ത് നീ എനിക്ക് താ. അറുത്താരോ എന്ന് പറഞ്ഞ തമിഴാണ്, മുഴുവൻ ഫുള്ളായിട്ട് കൊണ്ടാണ്. അപ്പൊ എനിക്ക് തരാനുള്ള എൻ്റെ മുഴുവൻ സ്വത്ത് നീ ഫുള്ളായിട്ട് എനിക്ക് താ എന്നാണ് എണൈതാലിയു മാലി അറുത്താരോ എന്നൊരൊറ്റ ഒരു വരിയിൽ മോയിൻകുട്ടി വൈദ്യർ ഒപ്പിച്ചു വെച്ചത് ഒരു വലിയ അർത്ഥമാണ്. അല്ലാണ്ട് താലിയും മാലിയും പിടിച്ച് പൊട്ടിച്ചു എന്നല്ല ബദറിൽ പറഞ്ഞത്. മോയിൻകുട്ടി വൈദ്യർ അങ്ങനെയാണ്. ആ നാട്ടിലൊരു പെണ്ണുണ്ടായിരുന്നു, മോയിൻകുട്ടി വൈദ്യർ നാട്ടിൽ പരീച്ചുമ്മ എന്ന പേര്, ഒരു അലാക്കിൻ്റെ പെണ്ണുങ്ങളെ. കുപ്പായം ഒന്നും ഇടൂല, ഇത്രയുള്ള കുപ്പായം ഇടും, ഇത്രയുള്ള കുപ്പായം, ബാക്കി മിച്ച ഭൂമിയാണ്. കാണുന്ന 5 സെന്റ് എഴുതി തരും. അവനവൻ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഒഴിവാക്കുന്നതാണത് മിച്ച ഭൂമി. അപ്പൊ ഇങ്ങനെയുള്ള കുപ്പായം ഇട്ട് ഒരു തുണി കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇട്ട് പാവാടി കൊടുത്തിട്ട് തലി തട്ടിടാണ്ട് ഈ അലാക്കിന്റെ പെണ്ണുങ്ങൾ റോട്ടമ്മയിലോട്ട് പോകും. മോയിൻകുട്ടി വൈദ്യർ കൊണ്ടോട്ടിയിലെ പീടിയിൽ കോലായ്മ ഇരിക്കും, ഇതിങ്ങനെ പോകുന്നുണ്ട്. പോണപ്പോൾ മോയിൻകുട്ടി വൈദ്യർ പാട്ട് പാടി. ഇവളെ കണ്ടപ്പോൾ പരീച്ചുമ്മ എന്ന് എവിടെ പേര്, പരീച്ചുമ്മ. ഇവളെ കണ്ട ഉടനെ മൂപ്പര് പാട്ട് പാടി. പരീച്ചുമ്മ നടക്കണ കണ്ടാൽ മേലെ കയറാൻ തോന്നും ബക്കങ്ങളിലെ പിരാന്ത്. ഇവള് പറഞ്ഞു, മോയിൻകുട്ടി കാണിച്ചു തരാടാ നിനക്ക്, എന്നെ കാണുമ്പോൾ എനിക്ക് ചോദിച്ചാൽ എനിക്ക് ഇന്നെ ശരിയാക്കി തരാടാന്ന് പറഞ്ഞു. ഓടിപ്പോയി പൊരക്കേക്ക്. പൊരേ പോകുമ്പോൾ ഈ പെണ്ണിന്റെ ഭർത്താവ് അവിടെ കുത്തിയിരിക്കുന്നു, പത്രം വായിക്കുന്നു. പെണ്ണുങ്ങൾ പറഞ്ഞാലോ മനുഷ്യങ്ങൾ കേട്ടാ എന്താ, ഞാൻ റോഡും വരെ വരുമ്പോ ആ മോയിൻകുട്ടി എന്നെ വിളിച്ച് ചീത്ത വിളിച്ച് പാട്ട് പാടി. എന്ത് വിളിച്ച്, പരീക്ഷുമ്പോ നടക്കണ കണ്ട എന്റെ മേലെ കയറാൻ തോന്നുന്നു പറഞ്ഞിട്ട് നമുക്ക് പോയി 2 കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, അത് വേണം, അതെന്തായാലും കൊടുക്കണം. അല്ല മോയിൻകുട്ടി ആ സാധനം എനിക്ക് 2 കിട്ടൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര കിട്ടിയാലും തിരക്കില്ല, അങ്ങോട്ട് 2 കൊടുത്താൽ മതി. ഇയാൾ പോയി. കാരണം ഇയാൾ പോയിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും 2 ഇയാൾക്ക്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പൊ ഇറങ്ങിപ്പോയി. മോയിൻകുട്ടി വൈദ്യരത്തേക്കല്ല പോയേ, നേരെ പോയത് കൊണ്ടോട്ടി സ്റ്റേഷനിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക്. സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തപ്പോ SI വിളിപ്പിച്ച്, മോയിൻകുട്ടി വൈദ്യനെ വിളിപ്പിച്ച്, ഈ പെണ്ണെ വിളിപ്പിച്ച്, ഈ പിന്നെ പെണ്ണിന്റെ ഭർത്താവിനെയും വിളിപ്പിച്ച്, എല്ലാം കൂടി അറിയുന്നു. എന്നിട്ട് മോയിൻകുട്ടി വൈദ്യരോട് ചോദിച്ചു, അല്ല മോയിൻകുട്ടി, നീ ഇപ്പോൾ ഒരു നല്ല പാട്ടുകാരനാണല്ലേ, ഈ പെണ്ണിനെ അറിയുമെന്ന് ചോദിച്ചു. അറിയാം. ആരാ? എൻ്റെ അയൽവാസിയാ. എന്താ പേര്? പരീച്ചുമ്മ. അപ്പൊ അറിയാ. ഇവിടുന്ന് റോഡുമല പോകുമ്പോൾ നീ എന്തോ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു. സ്ത്രീ പീഡനം. നീ എന്തോ വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും വിളിച്ചിട്ടില്ല സാറേ. വിളിച്ചിട്ടില്ലടോ. ഇവിടെ പറഞ്ഞു വിളിച്ചു സാറേ, ഞാൻ അതിലോട്ട് വരുമ്പോ നമുക്ക് എന്നെ നോക്കിയിട്ട് പറയാണ്, പരീച്ചുമ്മ നടക്കണ കണ്ട മേലെ കയറാൻ തോന്നുന്നു. അപ്പൊ SI ചോദിച്ചു, നീ അങ്ങനെ വിളിച്ചിട്ടില്ല മോയിൻകുട്ടി? അത് ഞാൻ വിളിച്ചില്ല സാറേ, ഞാൻ ഓളെ വിളിച്ചല്ല, അത് വേറെ വിളിച്ചതാ. വേറെ വിളിക്കാൻ ഇവളല്ലേ പരീച്ചുമ്മ? ഞാൻ അവളെ കുറിച്ച് പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് പരീച്ചുമ്മ നടക്കണ കണ്ടാൽ മേലെ കയറാൻ തോന്നുന്ന. SI ചോദിച്ചു, നീ എന്തേ പറഞ്ഞത്? അതേ സാറേ, ഞാൻ പറഞ്ഞത് അങ്ങനെ. പരി ഓരോ വാക്കിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ ഉപ്പരി. പരി എന്ന് പറഞ്ഞാൽ കുതിര എന്നർത്ഥം. പരി എന്നത് കുതിരയുടെ പര്യായ പദമാണ് മലയാളത്തിൽ. പരി കുതിര, ചുമ്മ വെറുതെ. പരി ചുമ്മ, കുതിര വെറുതെ. ചുമ്മയില്ലേ? പരൻ വിധി ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ. ആ ചുമ്മയില്ലേ, ചുമ്മ. അപ്പൊ പരി കുതിര, ചുമ്മ വെറുതെ. പരി ചുമ്മ, കുതിര വെറുതെ നടക്കണ, അത് നടക്കലല്ലേ, കണ്ടാൽ. അപ്പൊ കുതിര വെറുതെ നടക്കണ കണ്ടാൽ അതിന്റെ മേലെ കയറാൻ തോന്നുന്നാ ഞാൻ പറഞ്ഞത്. അത് നല്ല ആശയല്ലേ? ഒരു കുതിര എങ്ങനെ വെറുതെ നടക്കണ കണ്ടാൽ കുതിരന്റെ മേലെ കയറും. പരി ചുമ്മ നടക്കണ കണ്ട മേലെ കയറാൻ തോന്നുന്നു പറഞ്ഞാൽ കുതിര വെറുതെ നടക്കണ കണ്ടാൽ അതിന്റെ മേലെ കയറാൻ തോന്നുന്നു അതിന്റെ അർത്ഥം. SI അർത്ഥം വെച്ച് പഠിച്ച്. പരി കുതിര ചുമ്മ വെറുതെ നടക്കാ കണ്ടാൽ കയറൽ തന്നെ. കൊട്ടത്തോളം മോന്തൊക്കെ ഒരട്ടി ചവിട്ടും എനിക്കും കൊടുത്ത് മാപ്പിളക്ക്. വീട്ടോടെ അർത്ഥം പഠിക്കാണ്ട് സ്റ്റേഷനിൽ പല്ലിയെ ചൊളിയുന്നത്. ഇവർ പോയപ്പോൾ മോയിൻകുട്ടി ഇതിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോയിൻകുട്ടി അർത്ഥം അങ്ങനെ തന്നെ അല്ലേ? മോയിൻകുട്ടി ഇതിനെ പറഞ്ഞ അർത്ഥം അങ്ങനെ തന്നെയാ സാറേ, പക്ഷെ ഞാൻ പറഞ്ഞത് ഓളെ തന്നെയാ സാറ്. കാരണം ഓള് കുപ്പായിട്ടാണ് നടക്കുന്ന ഒരു ഹംകത്തിയാണ്, അതുകൊണ്ടാ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഇവൻ ഓടിപ്പോയിട്ട് വിളിച്ചു പറയാൻ, നിങ്ങൾക്ക് തന്നെ അസറതി അള്ളാഹുവിന്റെ അടുത്തെത്തി പോയി, നീ എന്തേ പറയണത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് തന്നെയാ. ആ പെണ്ണിന് നമ്മളെ ആ കാക്കത്തിട്ടത്തിനെ വേണ്ട, യസീദിനെ വേണ്ട, നിങ്ങളെ അവൾ ഭർത്താവായി സമ്മതിക്കാണ് എന്ന് പറഞ്ഞപ്പോ മഹാനായ അസറതി അള്ളാഹുവിനു മദീന ഗവർണറുമായി ആലോചിച്ചു. അങ്ങനെ മസ്ജിദ് നബവിക്കകത്ത് 2ാമതൊരു നിക്കാഹ് ചെയ്യപ്പെടുകയാണ്. ഉമ്മുൽ ഹക്കീം അസറതി അള്ളാഹുവിന് കല്യാണം കഴിക്കാൻ. അസറതി അള്ളാഹുവിന് ആദ്യ ഭാര്യയുണ്ട് ജഅദ. അസറതി അള്ളാഹുവിന് ഉമ്മുൽ ഹക്കീമിനെ കല്യാണം കഴിച്ച വാർത്ത ഈ ദൂതൻ മുഖേന ഡമസ്കസിൽ അറിഞ്ഞു. ഈ സമയം ചിന്തയേറെ എന്തു ചെയ്യാനെന്ന് കൂറി തത്സമയം ജാഫറിനെ കണ്ടുരയുന്നേ, കാര്യമോതുന്നേ. ഈ
എന്തു ചെയ്യാനെന്നു കൂറി തത്സമയം ജഫറിനെ കണ്ടുരയുന്നേ കാര്യമോതുന്നേ. ഉമ്മുൽ ഹക്കീം ഇന്ന് ചേർന്നു പൊന്നസനോടൊത്തിടുന്നു കാര്യമോർത്ത നേരമേലായി രാജനിട്ടുന്നു വാർത്തയറിഞ്ഞു. ഉമ്മുൽ ഹക്കീമിനെ അസർ റളിയല്ലാഹു അൻഹു നിക്കാഹ് ചെയ്ത വിവരം ഡമസ്കസ് രാജാവ്, അറേബ്യയുടെ രാജാവ് യസീദ് അറിഞ്ഞു. അവൻ ഇരുന്ന ഇരിപ്പിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അട്ടഹസിച്ചു. ഒരു ഭ്രാന്തനെ പോലെ 4 ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി. യസീദ് അവൻ ഒപ്പിച്ചു വെച്ച കുതന്ത്രം ഫലിക്കാതെ വന്നപ്പോ ഒരു ഭ്രാന്തമായ ആവേശത്തോടെ 4 ഭാഗത്ത് മൂടുകയാണ്. അവസാനം യസീദ് ആക്രോശിച്ചു, ജാഫർ എവിടെ? പട്ടാളക്കാരോടി വന്നു. ജാഫറോ? അതെ, ജാഫർ എവിടെ? മദീനയിൽ നിന്ന് വന്ന ജാഫർ എവിടെ? മദീനയിൽ നിന്ന് ഡമസ്കസില് യസീദിന്റെ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ജാഫർ ഉണ്ട്. ആരാ ജാഫർ എന്നറിയോ? അസർ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ ഭാര്യ ജഅദയുടെ സഹോദരൻ. ജഅദയുടെ ഇവിടെ ഭാര്യ സഹോദരൻ എന്താ പറയാ? അളിയെന്നോ? അളിയെന്നല്ലേ പറയാ? അപ്പൊ അളിയൻ, അസർ റളിയല്ലാഹു അൻഹുവിന്റെ അളിയനാണ് ജാഫർ. അപ്പൊ ജാഫർ എവിടെയെന്ന ചോദ്യം. അസർ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ ഭാര്യ ജഅദയുടെ സഹോദരനായ ജാഫറിനെ കൊണ്ടുവന്നിരിക്കത്ത് നിർത്തി. ജാഫർ വെച്ച് എന്താ? അപ്പൊ പറഞ്ഞു, യസീദ് പറഞ്ഞു, നീ ഒരു വിവരം അറിഞ്ഞോ? എന്ത്? നിന്റെ സഹോദരിയിലെ ജഅദ, ആ സഹോദരിയുടെ ഭർത്താവില്ലേ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, ആ ഹസൻ മറ്റൊരു പെണ്ണിനെ നിക്കാഹ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് മൂപ്പർക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്, 1 2 ഭാര്യമാരൊക്കെ ഉണ്ടാകും. ഇപ്പൊ ഇല്ലേ? ഇപ്പൊ മോശമൊന്നുമല്ലല്ല. ഇപ്പൊ എത്ര ആൾ എത്ര കിട്ടുന്നു? ആഴ്ചക്ക് കിട്ടുന്ന ആളില്ലേ? തിരെ കെട്ടാത്ത ആൾ കെട്ടാൻ സാഹചര്യമായിട്ട് നമ്മളെ സ്ഥാനം പോലെ അങ്ങാണ്ടിരിക്കുന്നവരുണ്ട്. ഒരുത്തൻ ആഴ്ചക്ക് പെണ്ണ് കെട്ടിയില്ലെങ്കിൽ ഉറക്കം വരാതെ ഒരുത്തനുണ്ട്. ഓനൊരു ദിവസം ഒരു പെണ്ണ് കെട്ടാൻ പറ്റി നിക്കായിന് വേണ്ടി പള്ളിയിൽ പോയി കുത്തിയിട്ട് അമ്മാശന്റെ കൈ പിടിച്ച് കവിൽത്ത് വെക്കാൻ വേണ്ടിയിട്ട് പിടിച്ചപ്പോൾ ഇവനൊരു ഓർമ്മ ഇങ്ങനെ നോക്കി. ഇവൻ ചിന്തിച്ചു, ഈ കറുത്ത കയ്യും ചെമ്പിന്റെ മോതിരവും ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മെല്ലെ ഇയാളെ മുഖത്ത് നോക്കുമ്പോൾ ഇയാളാരാ സാധനം അറിയോ? ഇവൻ ആദ്യം കെട്ടിയ പെണ്ണിന്റെ ഉപ്പയായത്. ഇവൻ ഇപ്പുറത്തേക്ക് കെട്ടുമ്പോ അയാൾ അപ്പുറത്തോട്ട് കെട്ടിയതാ. രണ്ടാളും ഒരു പള്ളിയിൽ നിന്ന് വീണ്ടും കണ്ടുമുട്ടി. സംഭവം മനസ്സിലായപ്പോൾ പെണ്ണിന്റെ ഉപ്പ കണ്ണടിച്ചിട്ട് മറ്റവനോട് പറഞ്ഞു, നടക്കട്ടെ, ചില പള്ളിയിൽ നിന്ന് വീണ്ടും കാണാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇത് എവിടെയെല്ലാം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ആ പെണ്ണിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക കെട്ടല്. ഇപ്പൊ കാസർഗോഡ് കണ്ണൂർ ഇറങ്ങി പെണ്ണ് കിട്ടുന്ന കാല. എത്ര മനുഷ്യൻ ഓരോരുത്തർ തലതാക്കുന്നു. ചിലയാളെ ബസ് സ്റ്റാൻഡിൽ കണ്ട പോലെ തോന്നുന്നുണ്ട് കേട്ടാ. ഉണ്ട് പോന്നു. ചില ആൾക്കാർ നിങ്ങൾ കാസർഗോഡുകാർ പോകുന്ന പോക്കിലൊന്ന് കെട്ടു. എയർപോർട്ടിലെല്ലാം പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താ അറിയാൻ തലാക്കും കൊടുത്ത് ഇങ്ങേക്ക് വരും. നമ്മൾ കെട്ടാൻ നോക്കുമ്പോൾ കണ്ണൂരെ പൊമ്പിളറുള്ള KL14 രജിസ്ട്രേഷൻ എല്ലാം കാസർഗോഡ് അടിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞ്. ഇപ്പോ ആ കാലഘട്ടത്തിൽ അത് പ്രശ്നമല്ല. 2 പെണ്ണിട്ടൊന്നും പ്രശ്നമല്ല. 2 പെണ്ണ് കിട്ടിയാൽ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പൊ ജാഫർ അത് വലിയ കാര്യത്തിൽ ഒന്നിക്കില്ല. സഹോദരി ഭർത്താവ് വേറെ ആളെ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം? എന്താ അവർ ഒരേപോലെ നോക്കുമല്ലോ എന്ന് ചിന്തിച്ചോ. നോക്കുമ്പോ ജാഫറിനോട് ഇവൻ പറയാ, നോക്ക് ജാഫറെ, ആ പെണ്ണിനെ ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണാണ്. കൊല്ലുവാനുറപ്പിച്ചവനരുളുന്നവനെന്ന് ചെന്ന് ഹസനെ വധിച്ചിടു എന്ന് ആക്രോശമോടെ പറഞ്ഞു. നീ വന്നാൽ പിന്നെ ഗവർണറാണെന്ന് ദാരിൽ കരളാകെ കൊതിച്ചു യസീദെന്ന് പല കാര്യവും അവനാലോചിച്ചുറപ്പിക്കുന്നേ. ഇവിടെ ജാഫറിനോട് യസീദ് പറയാണ്, ജാഫറെ, നിന്റെ സഹോദരി ഭർത്താവ് 2ാമത് കല്യാണം കഴിച്ചു എന്ന് പറയുന്ന പെണ്ണ് അവൾ എനിക്ക് വേണ്ടവളാണ്. ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണാണ്, എന്റെ കാമുകിയാണ്. ഞാൻ അവളെ വല്ലാണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അവളെ നേടിയെടുക്കാനാണ് നോമാനിനെ, അവളുടെ ഭർത്താവ് നോമാനിനെ പിടിച്ചാൻ ജയിലടച്ചത്. എന്നിട്ടും അവൾ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയിരിക്കുന്നു. അതുകൊണ്ട് ജാഫറെ, നീ മദീനത്ത് പോകണം. ആ പെണ്ണിനെ തന്ത്രപൂർവം ഡമസ്കസിൽ എത്തിക്കണം. നിനക്ക് അങ്ങനെ എത്തിക്കാൻ കഴിയില്ല. ചിലപ്പോ നിന്റെ സഹോദരി ഭർത്താവ്, ആ പെണ്ണിന്റെ ഭർത്താവായ നിന്റെ സഹോദരി ഭർത്താവ് അതിന് തടസ്സം നിൽക്കും. അതിന് തടസ്സം നിന്റെ സഹോദരി ഭർത്താവ് നിന്നാൽ, ഹസൻ അതിനെതിരാണെങ്കിൽ ഹസനെ കൊന്നിട്ടെങ്കിലും നീ ആ പെണ്ണിനെ ഡമസ്കസിൽ എത്തിക്കണം. എത്തിച്ചാൽ നിന്നെ ഞാൻ ബസറയുടെ ഗവർണറാക്കും.
ലോക ചരിത്രത്തിലെ ഏറ്റവും അധികം ഈത്തപ്പഴം വിളയുന്ന നാടാണ് ബസറ. കാലങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് അപ്പുറം മുതൽ ഇന്ന് സദ്ദാം ഹുസൈന്റെ കാലഘട്ടം കഴിഞ്ഞ ഈ കാലഘട്ടം വരെ ഇറാഖില് ബസറക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബസറയിലേക്ക് ഈത്തപ്പഴം കയറ്റി അയക്കുക എന്നത് ഒരു നാടൻ ചൊല്ല് തന്നെയാണ്. കാരണം അവിടേക്ക് അതിന് ആവശ്യമില്ലാത്തത് കൊണ്ട്. അത്രമാത്രം ലോകത്ത് കച്ചവട സാധ്യതയുള്ള നാടാണ് ബസറ. ആ ബസറയിലെ ഗവർണറാക്കും നിന്നെ. എങ്ങനെ എന്താക്കിയാല് ആ പെണ്ണിനെ മദീനത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്നാൽ, ആ കൊണ്ടുവന്ന കാര്യത്തിൽ നിന്റെ സഹോദരി ഭർത്താവ് തടസ്സം നിന്നാൽ മൂപ്പരെ കൊന്നിട്ടെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നേക്കണം എന്നാണ്. ജാഫറിനറിയാം അസർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്മതത്തോടെ പെണ്ണെ കൊണ്ടുവരാൻ കഴിയില്ല. മാത്രമല്ല അസറോട് ഏറ്റുമുട്ടാൻ ആവുകയും ചെയ്യില്ല. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു? ജാഫർ ഡമസ്കസിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ ഇവൻ മാരകമായ ഒരു കുപ്പി രോഷവിഷം കരുതി. രോഷവിഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ അതിന് സയനൈഡ് എന്ന് പറയാം. കാരണം ഒരംശം മതി ഒരു ആനയെ കൊല്ലാൻ. അത്രമാത്രം മാരകമായ വിഷമാണ് രോഷവിഷം. ഈ വിഷവും ഒരു കുപ്പിയിൽ കരുതിയിട്ടാണ് ഇവൻ മദീന പട്ടണത്തിലേക്ക് വന്നത്. ചരിത്രപ്രസിദ്ധമായ മദീന എത്തിയവൻ പരിശുദ്ധ പ്രവാചകന്റെ വിശുദ്ധമായ മദീന പട്ടണം. ആ പട്ടണത്തിൽ വന്നു തന്റെ പ്രിയപ്പെട്ട സഹോദരി ജഅദയുടെ വീട്ടിലേക്കാണ് ആദ്യം പോയത്. വീട് അടുത്തടുത്താണ്. അടുത്തടുത്തെന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ ഓലകൾ കൊണ്ട് കെട്ടിമടഞ്ഞ വീടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ വീട്. അതില് മുറികൾ ഇങ്ങനെ ഉണ്ടാകും, അടുത്തടുത്ത് ഇങ്ങനെ കെട്ടിയിട്ട് ചെറ്റപ്പുരകളാണ്. ഒന്നില് അസർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ജഅദയുണ്ട്, മറ്റൊരു മുറിയിൽ ഉമ്മുൽ ഹക്കീമുണ്ട്, വേറൊരു മുറിക്കകത്ത് ഉസൈർ റളിയല്ലാഹു അൻഹു ഭാര്യ ഷഹർബാനുണ്ട്, അതിനപ്പുറത്ത് സഹോദരി സൈനബുണ്ട്. ഇങ്ങനെ ഒരു ചേരിയാണത്, ഒരു ചേരി പ്രദേശം എന്ന് പറഞ്ഞാൽ പ്രവാചക കുടുംബം ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം. ജഅദ താമസിക്കുന്ന മുറിയിലേക്ക് ജാഫർ വന്നു. ജഅദ വെള്ളമൊക്കെ കൊടുത്ത് ആങ്ങളെ വരികയാണ്. ജഅദയോട് ചോദിച്ചു, ജഅദേ കുശലാന്വേഷണം ഉണ്ടാകുമല്ലോ, സഹോദരന്മാരാകും. ചോദിച്ചു, നിന്റെ ഭർത്താവ് കുറെ വർത്തമാനത്തിനൊക്കെ ശേഷം ചോദിച്ച്, അല്ല ജഅദേ, നമ്മൾ അളിയൻ നിന്റെ ഭർത്താവ് പിന്നെ വേറെ മംഗലം കഴിച്ചതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ജഅദ പറഞ്ഞുണ്ട്, അവൾ അപ്പുറത്തെ മുറിയിലുണ്ട്, ഉമ്മുൽ ഹക്കീം എന്നാണ് പേര്. ആ പാവം പെണ്ണിന്റെ ഭർത്താവ് അവളെ ഒഴിവാക്കി. എന്താ കാരണം എന്ന് പോലും അറിയില്ല. മൂപ്പര് ഡമസ്കസിലേക്ക് ഗവർണറാകണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണെന്നാണ് പറയുന്നത് കേട്ടത്. പിന്നൊന്നും അറിയില്ല. എന്നാൽ ആ പെണ്ണിനെ ഒഴിവാക്കിയിട്ടുണ്ട്, ഒറ്റക്കാണ്. പിന്നെ അലിയാർ തങ്ങളുടെ വീട്ടിൽ വളർന്ന കുട്ടിയല്ലേ, അതുകൊണ്ട് ഹസൻ അതിന് രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ നിക്കാഹ് ചെയ്തിട്ടുണ്ട്. ജാഫർ ഒന്നിരുന്ന് മൊളി. അതിങ്ങനെ ചിരിക്കാ ജാഫർ. ജയത ചോദിച്ചു, നീ എന്തെങ്കിലും ചിരിക്കുന്നു? ഹേ ഞാൻ നിന്റെ കാര്യം ഓർത്തിട്ട് ചിരിക്കുക. ജയത ചോദിച്ചെന്താ? അല്ല അവള് ചെറിയ പെണ്ണല്ലേ, ചെറുപ്പക്കാരിയല്ലേ? അതെ അവള് ചെറുപ്പക്കാരിയാ. നീയോ? ഞാൻ കുറച്ച് വയസ്സുണ്ട്. എന്നാലും എൻ്റെ കഥ അറിയാം. നീ കുറച്ചും കൂടി കഴിഞ്ഞാൽ നീ പോക്കാ ബുഡല്ല ലൂസായി ബജാജ് ഓട്ടോ മോഡലാവും. നിന്റെ കാര്യം പോക്കാ. അവളെപ്പോഴും ചെറുപ്പക്കാരിയാണ്. അവ സ്വാഭാവികമായും ഒരു ഭർത്താവിന് ചെറുപ്പക്കാരിയായ പെണ്ണുങ്ങളോടാണ് സ്നേഹം കൂടുതലുണ്ടാകുക. വയസ്സായ നിന്നെ ഒരു മൂല കണക്കാണ്ട് വെക്കും, ഷോക്കേസിൽ വെക്കാൻ വേണ്ടിയിട്ട് അടോ. പക്ഷെ നിന്റെ ഭർത്താവിൻ്റെ സ്നേഹം നീ ആർക്കങ്ങ് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നീ കൊടുത്തേ. അല്ല, ആ ഭർത്താവിൻ്റെ സ്നേഹം നിനക്ക് കിട്ടണോ, അധികമായിട്ട് കിട്ടണോ? സ്ത്രീ സഹജമായൊരു അസൂയ ഉണ്ടാവും പെണ്ണുങ്ങൾക്ക്. എനിക്ക് കിട്ടണോ, എനിക്ക് നല്ലോണം കിട്ടണോ, ആ ഭർത്താവിൻ്റെ സ്നേഹം എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങളുണ്ടാവില്ല. എല്ലാ പെണ്ണിന്റെയും ചിന്തതാണ് ഭർത്താവിന്റെ സ്നേഹം മൊത്തമായി എനിക്ക് തന്നെ കിട്ടണം, വേറൊരാൾക്ക് ഒരു അംശം പോലും കൊടുക്കാൻ പാടില്ല എന്ന് ചിന്തിക്കൽ സ്വാർത്ഥതയാണ് പെണ്ണിന്റെ. സ്വാർത്ഥതയാണെങ്കിലും അതിന് ഹൈറുണ്ട്. ഭർത്താവിന്റെ സ്നേഹം എനിക്ക് കിട്ടിയാൽ മതി. ആ ഭർത്താവിന്റെ സ്നേഹം വേറെയാൾക്ക് കൊടുക്കരുത്, വേറെയാൾക്ക് കൊടുക്കാൻ പാടില്ല. ഭർത്താവിന്റെ സ്നേഹം ഭാര്യമാർക്ക് വേണമെങ്കിൽ ഭാര്യമാർ ഭർത്താവിന്റെ മുന്നിൽ അങ്ങനെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലേ ഭർത്താവിന്റെ സ്നേഹം ഭാര്യമാർക്ക് കിട്ടൂ. നല്ല വസ്ത്രം ധരിച്ച് സുമുഖിയായിട്ട് ഭർത്താവിന്റെ മുന്നിൽ നിൽക്കണം പെണ്ണുങ്ങൾ. നല്ല കുപ്പായിലിട്ട് നല്ല അടിപൊളി. ഇത് നമ്മളെ പെണ്ണുങ്ങളെ കഥ നേരെ തിരിച്ച. പിന്നെ മംഗളത്തിനെല്ലാം പോകുമ്പോൾ അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ടു, ഒന്നും പറയണ്ട, സ്വർണ്ണമെല്ലാം എടുത്തിട്ട് മറ്റേ ജ്വല്ലറി പരസ്യമായിട്ട് പോയിക്കൊടുക്കും. ഭർത്താവിന്റെ മുന്നിൽ അങ്ങ് കീറിയ മാക്സിൽ ഇട്ടിട്ട് പ്രേതത്തിന്റെ മാതിരി നിൽക്കും. അന്നേരം നോക്കിയിട്ട് മനസ്സോട് വിചാരിക്കും, വേറെ ഒന്നും നോക്കല്ല നല്ലത്, എന്തെന്നായി കാണുന്നു. അതുകൊണ്ട് പെണ്ണുങ്ങൾ നിങ്ങളെ ഭർത്താവ് റസൂലുള്ള പറഞ്ഞല്ലോ, ഭാര്യമാര് ഏറ്റവും കൂടുതൽ സൗന്ദര്യവതിയായിട്ട് അവളെ ഇഷ്ടപ്പെട്ട വേഷത്തിൽ ഒക്കെ വേണമെങ്കിൽ പാൻറ്റും ഇടാ, ജീൻസ് പാൻറ്റും ഇടാ, ട്രൗസറും ഇടാ, എല്ലാം ഇടാ. ആരെ മുന്നിൽ? ഭർത്താവിന്റെ മുന്നിൽ. അത് ജീൻസ് പാൻറ്റും ടീഷർട്ട് ഇട്ടിട്ട് റോട്ടുമറ്റി എല്ലാം നടക്കേണ്ടത്. അത് അവളുടെ ഭർത്താവിന്റെ മുന്നിലാണ് അവൾക്ക് ഇഷ്ടവേഷം ധരിക്കുക. ധരിച്ചു പോലും ഇല്ല പോലും അവിടെ പ്രശ്നമല്ല. ഭർത്താവിന്റെ മുന്നിൽ അവൾ ഏത് കോലം അവിടെ കെട്ടിക്കോട്ടെ. പൗഡറും മറ്റേ ഇപ്പോഴത്തെ കോസ്മെറ്റിക് സാധനങ്ങൾ കംപ്ലീറ്റ് പെണ്ണുങ്ങൾ ഉപയോഗിച്ചോ. എവിടെ? ബെഡ്റൂമിനകത്ത് ഭർത്താവിന്റെ മുന്നിൽ പൗഡർ ഇടാ, ഭാര്യ കുളിച്ചോ അതിന്റെ മുകളിൽ. അല്ലാണ്ട് ഇതെല്ലാം ഇട്ടിട്ട് റോട്ടുമറ്റേ പോക്കല്ല വേണ്ടത്.
കാണുന്നവന്റെ കൽബിന്റെ അകത്ത് ഇബ്ലീസ് കയറുന്ന രൂപത്തിൽ പെണ്ണ് പോകാൻ പാടില്ല. അപ്പോ ഈ ജാഫർ പറയാണ്, നിന്റെ ഭർത്താവിന്റെ സ്നേഹം നിനക്ക് മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ ഞാൻ നിനക്കൊരു ഹിക്മത്ത് പറഞ്ഞു തരാം. എന്താ? അതിന് ഒരു മരുന്നുണ്ട്. മരുന്നോ? ആ മരുന്ന് എൻ്റെ കയ്യിലുണ്ട്, ഞാനത് അറിഞ്ഞിട്ട് വന്നതാ. ഞാൻ ആ മരുന്ന് നിനക്ക് തരാം. നീ ഒരു കാര്യം ചെയ്യണം, ഹസൻ അറിയാണ്ട് ഹസന്റെ കുടലിൽ ഈ മരുന്ന് എത്തിക്കണം. ഹസൻ അറിയാതെ ഹസന്റെ വയറ്റിൽ ഈ മരുന്ന് നിനക്ക് എത്തിക്കാൻ പറ്റിയാൽ ആ മരുന്ന് എത്തിയ സെക്കൻഡ് മുതൽ നിന്നോട് മുഹബ്ബത്ത് കൂടും, സ്നേഹം കൂടും, ഉറപ്പാ. ജാഥ പറഞ്ഞു, എന്നാ മരുന്നും കൊണ്ട് പറഞ്ഞു. കാരണം പെണ്ണിന്റെ സ്വാർത്ഥത, ഭർത്താവിന്റെ സ്നേഹം തനിക്ക് മാത്രം കിട്ടണം എന്ന് അതുവരെ ചിന്തിക്കാത്ത പെണ്ണ്, അതുവരെ ചിന്തിക്കാത്തൊരു പെണ്ണിന് പെട്ടെന്ന് ഒരാൾ അത് പറഞ്ഞപ്പോ ചിന്ത മാറി. ശരി, തന്നേന്ന് പറഞ്ഞു. തന്നേന്ന് പറഞ്ഞ മരുന്നിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹസൻ അറിഞ്ഞേക്കരുതേ, ഹസൻ അറിയാണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. തന്ത്രപൂർവ്വം മരുന്ന് അവളെ പിടിച്ച് ഏൽപ്പിച്ച് ജാഫർ ആ വീട് വിട്ട് പുറത്തേക്ക് പോയി. അസ്ഹർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ എന്താണെന്നറിയോ? ഉമ്മുൽ ഹക്കീമിനെ നിക്കാഹ് ചെയ്ത് കൊണ്ടുവന്ന് അപ്പുറത്തെ മുറിയിൽ താമസിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം അവിടെയാണെങ്കിൽ മറ്റേ ദിവസം എവിടെയാണ്. കൃത്യമായ പരിപാലനമാണ്. തിങ്കളാഴ്ച അപ്പുറമാണെങ്കിൽ ചൊവ്വാഴ്ച ഇപ്പുറം, ബുധനപ്പുറം, വ്യാഴം ഇപ്പുറം, വെള്ളി അപ്പുറം, ഇങ്ങനെ ഓരോ ദിവസം മാറി മാറി തൻ്റെ ഭാര്യമാർക്ക് തൻ്റെ ദിവസങ്ങൾ ചെലവഴിക്കുന്ന മഹാനായ അസ്ഹർ റളിയല്ലാഹു അൻഹു. എന്ത് സാധനം അവൾക്കൊന്ന് വാങ്ങിയാൽ ഇവൾക്കൊന്ന് വാങ്ങും, ഇവൾക്കൊന്ന് വാങ്ങിയാൽ അവൾക്കൊന്ന് വാങ്ങും. അവൾക്ക് എന്താണോ വാങ്ങിക്കൊടുത്തത് അത് തന്നെ ഇതും കൊടുക്കുക. ഒരു മാറ്റമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച അതേ രൂപത്തിൽ രണ്ട് ഭാര്യമാരെ കൃത്യമായി നോക്കുന്ന, സമത്വം ചെയ്ത് നോക്കുന്ന അസ്ഹർ റളിയല്ലാഹു അൻഹു സത്യത്തിൽ അന്ന് രാത്രി താമസിക്കേണ്ടത് ഈ ജാഥയുടെ കൂടെയാണ്. ജാഥയുടെ കൂടെ താമസിക്കുന്ന അന്ന് രാത്രി അസ്ഹർ റളിയല്ലാഹു അൻഹുവിന് ഒരു പതിവുണ്ട്. അർദ്ധരാത്രി എഴുന്നേറ്റിട്ട് പുറത്ത് പോയി വുളു എടുത്ത് വരും. എന്നിട്ട് വീട്ടിൻ്റെ അകത്ത് പാതിരാത്രി പിന്നെ സുബഹി വരെ തഹജ്ജുദ് ഇങ്ങനെ നിസ്കരിച്ച് ഇങ്ങനെ കൂട്ടും. ഈ പതിവ് കൃത്യമായി അറിയാർക്ക് ജാഥക്ക്. മാത്രമല്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പുറത്തു പോയി വുളു എടുത്ത് അകത്തേക്ക് കടന്നു വന്നാൽ ഒരു മൺപാത്രത്തിൽ തണുത്ത വെള്ളം കൊണ്ടുവെക്കും. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ ഐസ് വാട്ടർ അല്ല, സാധാരണ വെള്ളം. ആ വെള്ളം അസ്ഹർ റളിയല്ലാഹു അൻഹു കുടിക്കും. അത് കുടിച്ചിട്ടാണ് നിസ്കരിക്കാൻ തുടങ്ങുക. എന്ന് പറഞ്ഞാൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് സാധാരണ ശുദ്ധമായ ഒരു ഗ്ലാസ് പച്ചവെള്ളം അവൻ കുടിച്ചാൽ അവന്റെ ആന്തരിക അവയവങ്ങൾക്ക് ഉണർവ് കിട്ടും എന്ന് ശാസ്ത്രം പറയുന്നതിന്റെ മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാസ്ത്രം ഈ കാലഘട്ടത്തിൽ പറഞ്ഞു. അത്